അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലല്ലേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പം ഇങ്ങോട്ട് തുറന്നിട്ടാണ്ട് എന്താ പറയണമെന്ന് ഇതാക്കാതെ കണ്ടുകൊണ്ടാണ്ട് എന്താ നമ്മൾ വേറെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയില്ലല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കാം. ഇനി ഫുള്ളായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും മതി കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ തങ്കപ്പൂച്ചൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും പേരിടണം, ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചായക്ക് കടി എന്താ നോക്കാം, ചാറെന്താ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഉഴുന്നിട്ട ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിനി മാവൊക്കെ പൊന്തി വന്നിക്കണ്, ഉപ്പിട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് തുറന്ന് ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിക്കണ്. ഇനി തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് വേറെ എല്ലാം നോക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുത്തണം കേട്ടോ, വേഗം തിളക്കാനും വേണ്ടി. പിന്നെ നമ്മൾ മീൻ വാങ്ങിയിനി കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ നമ്മൾ പിടിച്ചിക്ക് തന്നെയാണ്ട് വെച്ചിക്കേനി. അപ്പോൾ അതുണ്ടല്ലോ ഞാൻ ചട്ടിയൊക്കെ ആക്കി പിടിച്ചിക്കണേ. ഞാൻ ഇന്ന് നമുക്ക് ചെറിയതൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നാക്കിയിട്ടേ നമുക്ക് അതിട്ട് കണ്ട് ചാറക്കാന്ന് കേട്ടോ വിചാരിച്ചിരിക്കണത്. അപ്പോൾ ചാറ് വെച്ചാൽ ഉച്ചക്കൊക്കും അതിനെടുക്കാൻ വൈകുന്നേരം അല്ല രാവിലെ അപ്പത്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ചാറുണ്ടാക്കിയത്. അപ്പോൾ മീനൊക്കെ നന്നാക്കി അപ്പോൾ ഇതാക്കണേ നമ്മളെ പൂച്ചക്കുട്ടികൾ വന്ന് നിൽക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇലയും തലയൊക്കെ കൊടുത്തിക്കണം. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ ക്ലാസ്സിലിട്ട് കണ്ടൊന്ന് ചതച്ചെടുത്തിക്കണം കേട്ടോ. നമ്മളെ ഇപ്പോഴത്തെ പുതിയ കുത്തുവരലാണ് ഇപ്പോൾ അത്. ഉസ്സാറായിട്ട് ചതയിട്ട് പിന്നെ അത് നമ്മളെ മിക്സിൻ്റെ ജാറിലിടാൻ അല്ലേനു 2 പോണ വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കണ്ട ഇഞ്ചിയല്ലേ. അപ്പോൾ പിന്നെ അമ്മയും മറ്റേ കൊണ്ടുപോകാനുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ക്ലാസ്സിലിട്ടിട്ട് തന്നെയാണ് കുത്തിയാൽ വേഗം ഉണ്ട് ചതഞ്ഞ് വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാട്ടുണ്ടേത് നിങ്ങളാരും കാട്ടാൻ നിൽക്കണ്ട. അഥവാ ക്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായി വണ്ടിയും വിലയാവും. അപ്പോൾ അങ്ങനെ നിൽക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടെടുത്തു, ചായപ്പൊടി ഇട്ടെടുത്തു. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് നമ്മളെ ഗ്യാസ് ഓഫാക്കിക്കണം കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് തന്നെ തീരുമാനിച്ചിനി കേട്ടോ മീൻ തന്നെ ചാറക്കണമെന്നില്ല. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഒരു കണ്ടം കൊടുമ്പുളി വെള്ളത്തിലിട്ടച്ചീനി കേട്ടോ. പിന്നെ അപ്പം ചൂടുമ്പോൾ ഈ ചാറ് മതി എന്നൊക്കെ തന്നെ ഞാൻ വിചാരിച്ചിനി. അപ്പോൾ പിന്നെ കൊടുമ്പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ടച്ചാൽ ആ പുളിയൊക്കെ കണ്ട് ഇറങ്ങിക്കോളും. പിന്നെ വല്ലുള്ളിയും തക്കാളി ഒന്നും വാട്ടിക്കാണ്ടൊന്നല്ല കേട്ടോ ഞാൻ വെക്കുന്നത്. ഇച്ചാൽ അങ്ങനെ വാട്ടിണ്ടിലേറെ രസം തോന്നിയത് ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ പുളിവെള്ളവും പാർന്ന് കൊടുത്തു. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാത്തിനും വേണം ടച്ച് പെരിഞ്ജീരകം. മീൻചാറൊക്കെ ആണെങ്കിലും ഇറച്ചിച്ചാറൊക്കെ ആണെങ്കിലും കോഴിച്ചാറൊക്കെ ആണെങ്കിലും ഒക്കെ വേണം പെരിഞ്ജീരകം. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിട്ടെടുത്ത് നമ്മൾ പെരിഞ്ജീരകം ഇട്ടെടുത്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തക്കാളിയും കൂടി അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ പാടെ കൂട്ടി നമുക്ക് ഗ്യാസുമ്മേക്കാണ് വെച്ച് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതാക്കണേ നമ്മൾ ഗ്യാസുമ്മേൽ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് നമ്മൾ തക്കാളിയൊക്കെ വെന്ത് കുറച്ച് ചാറൊക്കെ ഉണ്ട് വറ്റി വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് കൂടിയും കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് തിളച്ചോളും. ഇനി നമുക്ക് അതവിടെ തിളക്കട്ടെ. നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പുതിയ ചട്ടി ഇട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ചട്ടി തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നാളെ വീഡിയോയിൽ കണ്ട് ഇത് മീൻ പൊരിച്ചണ കുറച്ചുകൂടി കൊണ്ടില്ലേ വാങ്ങിക്കൂടെ, ഇനിയോ എന്തെങ്കിലും അപ്പം ചൂടാനല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ മീൻ പൊരിച്ചണില്ല, എന്നാലും അപ്പം തന്നെ ചൂടാന്ന് കരുതി. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഇതിൽ ചുട്ടാലാണ് കേട്ടോ ഭയങ്കര തൃപ്തി ആയിക്കണം കേട്ടോ. നാളെ ചുട്ടിട്ട്
അപ്പം എന്നപ്പോൾ ഇതിൽ തന്നെ ആയിക്കോട്ടെ ഇനി അപ്പം ചൂടിൽ എഴുതിയിട്ട് നമ്മളിപ്പോൾ അത് അപ്പം ചൂടാനാക്കിക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ പാർന്ന് ഒന്ന് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുത്തിക്കണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ചട്ടിയിലായതുകൊണ്ട് നമുക്ക് എന്താണെന്നറിയോ, എണ്ണയൊന്നും തേക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് ഇതാകും. ചട്ടിയിൽ ഒട്ടി പിടിച്ച് ഒന്നുമില്ലല്ലോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ അപ്പം ചുട്ടാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കുറച്ചുകൂടി ഒന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലാക്കി കൊടുക്കാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടുമാണ്. അപ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തു. പിന്നെ നമ്മൾ അപ്പം ഒന്നയക്കണം കേട്ടോ. അത് ഞാനാണ് വാങ്ങിയിട്ടിക്കണേ. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ളതും നമുക്ക് അങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുക്കാം. പിന്നെ ഞാൻ എന്താട്ടി കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ അപ്പം ഞാനൊന്ന് ചുട്ടെടുത്തു. അപ്പോൾ ഇതും തന്നെ ഇതേമാതിരിക്ക് തന്നെ ഒന്ന് പരത്തിയെടുത്തിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ തേച്ച് ചേലായിട്ടേ എണ്ണ തേക്കാത്തപ്പോൾ എന്തൊക്കെയോ ഒരു പൊറുതിയാണ്. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ എണ്ണ വെച്ച് നോക്കിയാണ് കേട്ടോ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയില്ല അപ്പമൊക്കെ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 അപ്പം ചുട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പം ചുട്ടപ്പം അത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. കാരണം ഇന്നാൾ ചുട്ട മാതിരി ആയിട്ടില്ല കേട്ടോ. അപ്പം അതൊന്ന് കുഴഞ്ഞുകൊണ്ടേനി. ഇതിപ്പോൾ ഒന്ന് കുറച്ച് എന്താ അറിയില്ല, ഒരു സുഖമല്ല. അപ്പോൾ തോന്നി മാവുണ്ടല്ലോ കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ഇക്കാരെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു തുള്ളി വെള്ളം ഒറ്റിച്ച് കൊടുത്തിക്കണം കേട്ടോ. നല്ലോണം ഏറാനും പറ്റൂല ഇനി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം പാർന്നുകൊണ്ട് മാവൊന്ന് ലൂസാക്കി എടുത്തിട്ട് ഒന്ന് ചുട്ടോക്കാമെന്ന് കരുതി കേട്ടോ. ഇനി നമുക്ക് അതേമാതിരി ഒന്ന് പാർന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നല്ല ഉസാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം മാവ് നല്ല കട്ടിയേനി, അതുകൊണ്ടാണ് നമ്മൾ അപ്പം ഒന്നിങ്ങനെ വെറുങ്ങലിച്ച് കൊണ്ട് നിന്നിയത് കേട്ടോ. ഇപ്പോൾ ശരിയായി കേട്ടോ അപ്പം ചുട്ടപ്പം. അല്ലെങ്കിൽ പിന്നെ ചായ അടിച്ചുമ്പോൾ ഇങ്ങനെ പരാതി ആയിക്കാരം നന്നായില്ലല്ലോ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഈ അപ്പം നമ്മൾ ഉസാറാക്കി ചുട്ടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല ആദ്യത്തെ അപ്പത്തിൻ്റെ മാതിരി ഒന്നല്ല. അപ്പോൾ നല്ലൊരു കുഴവൊക്കെ ഉണ്ട് കേട്ടോ അപ്പത്തിന്. അങ്ങനെ അപ്പമൊക്കെ നമ്മളൊരു ഭാഗത്ത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പത്തിന് നമ്മളെ ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണ്. ഇനി നമുക്ക് ആ മീനിലൊന്ന് വെള്ളം പാർന്നിട്ട് കൊടുത്തേക്കണം കേട്ടോ ഞാൻ. എന്നിട്ട് നമുക്ക് എന്താട്ടാ ആ ചെറിയ മീൻ നോക്കിയിട്ട് ഞാൻ നുള്ളി പൊറുക്കി എടുത്തുകൊണ്ട് ഒരു മീൻ 2 കഷ്ണങ്ങളാക്കി എടുത്തിന് കേട്ടോ. ഞാൻ നമ്മളെ ചാറ്റക്ക് ഇട്ട് കൊടുത്തേക്കണ്. ബാക്കിയുള്ള മീൻ വെള്ളത്തിൽ കിടക്കണം. നമുക്ക് ഇനി പൊരിച്ചും ചെഞ്ചാ ഉച്ചക്ക് എന്നാക്കി എഴുതിയിരിക്കണത്. അപ്പോൾ കണ്ടോ നമ്മളെ മീനൊക്കെ ഇതാക്കണേ വെന്തുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്നും ഇങ്ങോട്ട് കയ്യിലിട്ട് കണ്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയില മീനാണ്. അയില ആയാലും മത്തി ആയാലും ഒക്കെ ഒരു 2 തള തിളച്ചാൽ തന്നെ നമ്മളെ മീനൊക്കെ വെന്തിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഒന്നുകൂടി മൂടി വെച്ച് കൊടുത്തേക്കണം. പിന്നെ അതാ കണ്ടോ ചാറൊക്കെ നല്ലോണം ഒന്ന് കുറുകിയൊക്കെ വന്നിക്കണേ. പിന്നെ ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കൊടുത്താൽ നമ്മളെ മീൻ ചാറ് സെറ്റായിട്ടോ. ഇനി ഇതൊന്ന് കടുകറക്കേ ഉലുവടേ ഒന്നുമില്ല. ഇത് തന്നെയാണ് നമ്മളെ ചാറ്. ഇതിങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഇച്ചിങ്ങനെ തോന്നിക്കണത് ചാറ് രസം ഉണ്ടാവുന്നില്ലത്. പിന്നെ വല്ലുള്ളിയും തക്കാളിയൊക്കെ വാട്ടി കാണില്ല ചിലേറെ രസം തോന്നിയിരിക്കണത് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ചാണ് കേട്ടോ. ഇനി നമുക്കത് മൂടി വെച്ച് നോക്കാം. നമ്മൾ ഗ്യാസ് വന്നാണ്ട് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ചാറ് സെറ്റായിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം നമ്മളെ മക്കളൊക്കെ ചായ കുടിച്ചാൻ വേണ്ടി വന്നപ്പം എത്തമ്മ ചാറ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മീൻ ചാറാണ്. അപ്പോൾ പറഞ്ഞു ഈ അപ്പത്തേക്ക് മീൻ ചാറ് മാണ്ടമ്മ, ഞങ്ങൾക്ക് ചട്ടിന് മതിയാണ്. ഏതായാലും ഞാൻ എന്താട്ടിന്നറിയാം ഒരു തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരണ്ടി എടുക്കാൻ കേട്ടോ. ചട്ടിനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മക്കളെ ഈ അപ്പം ഈ മൂലൊക്കെ കിടക്കും. അപ്പോൾ പിന്നെ അത് മൂലൊക്കെ കിടക്കണില്ലേറെ നല്ലതല്ലേ നമ്മളൊരു തേങ്ങ പൊട്ടിച്ച് ഒരു മുറി ഇട്ട് കണ്ട് ചട്ടിനി ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഓർക്ക് ഇഷ്ടപ്പെട്ട ചാറാണിച്ചെങ്കിൽ നല്ലോണം അപ്പമൊക്കെ തിന്നും. ഓർക്ക് പറ്റൂലെങ്കിൽ ഒന്നോ അതിൻ്റെ ഒരു പൊട്ടൊക്കെ തിന്നുള്ളൂ. ചട്ടിനി ആണെങ്കിൽ ഭയങ്കര തീർപ്പതയാണ് കേട്ടോ. 2 3 ഒക്കെ തിന്നു കേട്ടോ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ചട്ടിനി തന്നെ ആയിക്കോട്ടെ, അത് മൂലൊക്കെ കിടക്കാനേ പറ്റൂലല്ലോ. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കി കരിയേപ്പും കടുകൊക്കെ പൊട്ടിച്ചു നമ്മൾ തേങ്ങ അരച്ചതും പാർന്നെടുത്തു. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ഇനി നമ്മളെ ചട്ടിനി റെഡി ആയിക്കണേ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളെ ചട്ടിനി സെറ്റായിക്കണം കേട്ടോ. അപ്പം ഇനി ഒന്നിങ്ങോട്ട് തിളച്ചിങ്ങോട്ട് വന്നതിൽ നമുക്ക് നമ്മൾ ഗ്യാസ് കൊണ്ട് ഓഫാക്കി വെക്കാം. അപ്പോൾ ഉപ്പുണ്ടോക്കെ നോക്കണമല്ലോ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി. അപ്പോൾ ഒരു തുള്ളി ഉപ്പിൻ്റെ കൂടി കുറവുണ്ട്. നമ്മളൊരു തുള്ളിയും കൂടി ഇട്ട് കൊടുത്തേക്കണം. ഒന്നും കൂടി ഇളക്കി കൊടുത്തേക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ കയ്യിലിട്ട് കണ്ടൊന്ന് ഇളക്കി കൊടുത്ത് പറ്റങ്ങോട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട, നമ്മൾ ചട്ടി പെട്ടെന്ന് നാസാവും. അങ്ങനെ ചാറൊക്കെ ഞാൻ ഓഫാക്കി ചട്ടിന് മക്കൾക്കൊക്കെ പിന്നെ ചായ കൊടുക്കാൻ വേണ്ടി ഇതാക്കണം എടുത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ സാധനോട്ടം ചായ കുടിച്ചാൽ തുടങ്ങിയിരിക്കണേ. മിന്നുട്ടിനെ ഞാൻ വിളിച്ചിക്കണ്, ഓളും വന്നിരുന്നു, ഓളും ചായ കുടിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി മീൻചാറ് വെച്ചതല്ലേ, മീൻചാറും കുറച്ച് ചട്ടിനിയും പാടെ പാർന്നിക്കണം കേട്ടോ. രണ്ടും പാടെയാണ് നമ്മൾ പാർന്ന് തിന്നണത്. ചട്ടിനി കണ്ടപ്പോൾ ചട്ടിനിയും വേണം, മീൻചാറ് കണ്ടപ്പോൾ മീൻചാറും വേണം, പറഞ്ഞില്ല രണ്ടോട് പാർന്നിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചോറ് കുക്കറിലാണ് കേട്ടോ തീമട്ടുക്കണത്. അപ്പം അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് കുക്കറിൽ വെച്ചിക്കണം കേട്ടോ. പെട്ടെന്നുണ്ട് കേട്ടോ ഈ ചോറ് വേകാൻ, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കണം കേട്ടോ. വിസിലടിച്ചതിൻ്റെ മുന്നേ തന്നെ ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ തുറന്നാൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള ചോറ് ആവും. പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ, മീൻ ഒന്ന് വരിഞ്ഞ് പിന്നെ നമ്മൾ മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തു. പിന്നെ നുള്ളിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. പെരിഞ്ജീരകം ഇല്ലാത്ത ഒരു ഇതുമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താട്ടിന്നല്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 2 പോണ വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് ഒന്നിങ്ങനെ നെക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ക്ലാസ്സിലിട്ട് കണ്ട് ഇതാക്കാൻ വെച്ച കുത്തി ചതക്കാൻ വെച്ച. പിന്നെ ചാറ്റക്ക് ഇട്ടപ്പം കുറച്ച് എടുത്തച്ചാൽ മതി ഇനി, പക്ഷേങ്കിൽ ഞാനത് മറന്നു കേട്ടോ. പിന്നെ ഞാൻ ആ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്നിങ്ങനെ നെക്കി കൊടുത്ത് കണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ചതച്ചെടുത്തേക്കണം കേട്ടോ. എല്ലാവിധ ഐഡിയ നമ്മളെത്തുന്നുണ്ട് കേട്ടോ, നമ്മളോടാ കളി. പിന്നെ ഞാൻ ഉപ്പുണ്ടോ നോക്കി, ഞാൻ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതാക്കണം പൊറുക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാനതിക്ക് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തല്ല കുഴച്ചിട്ട് നല്ലോണം ഒന്ന് നമ്മളെ ഉപ്പും മുളകൊക്കെ ആ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ടാകണം. അതിനാണ് നമ്മൾ വരിഞ്ഞിക്കണത്. അപ്പോൾ ഇതാക്കണേ എല്ലാതും നമ്മൾ മീൻ മസാല കൂട്ടി വെച്ചിക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് ഇതാക്കണ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടപ്പാത്രത്തേക്ക് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇതിന് വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട്, നമുക്ക് നാളെ കമൻറ്റിൽ വന്നിനി കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഓട്ടപ്പാത്രത്തിൽ കൂറ്റിയിട്ടു. പിന്നെ ഞാൻ മീനുട്ടിക്ക് ഒരു തുള്ളി കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. ഓള് കുടിച്ചാണെങ്കിൽ ആ കഞ്ഞി ആ പാത്രത്തിൽ തന്നെ ഇരിക്കാരം. അപ്പോൾ പിന്നെ ഞാൻ ഓക്ക് മുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്ക് സ്പോർട്സാണ്, പിന്നെ ഓക്ക് പനിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണേനി കേട്ടോ. അപ്പോൾ ഞാനോളെ പറഞ്ഞയച്ചിട്ടില്ല ഇനി സ്കൂൾക്ക്, സ്പോർട്സ് ആയതുകൊണ്ട് ഇനി വെയിലുണ്ട് കണ്ടതാകണ്ടല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ ഒന്ന് മുക്കിക്കൊടുത്ത് അവിടെ അങ്ങനെ എത്തിക്കണം കേട്ടോ. കളിച്ചാനൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാനൊരു കാബേജ് ഉണ്ടായിന്, അതിൻ്റെ ഒരു മുറി എടുത്തിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, കാബേജ് അരിഞ്ഞ് അതിക്ക് ഒരു തുള്ളി തേങ്ങയും ചിരണ്ടിയിട്ടു. പിന്നെ 2-3 മുളകും പാടെ ഞാനൊന്ന് അതിക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ആയി. പിന്നെ നമുക്ക് അതിക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ മഞ്ഞളും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഒരു തുള്ളി ഉപ്പും പാടെ ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് കടുകിട്ടു, കരിയേപ്പിട്ടു. പിന്നെ നമ്മളെ ക്യാബേജും അതിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഇനി ഇപ്പോൾ ഇളക്കാനൊന്നും കജൂല തോന്നും, പക്ഷേ എങ്കിൽ ഒന്നും കൂടെ ചൂടായി കഴിഞ്ഞാൽ പറ്റവിടെ ചുങ്ങുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് വേവിക്കണ മാതിരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തു. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അതവിടെ കടന്ന് വേകട്ടെ. അപ്പം അങ്ങനെ ഞാൻ അത് മൂടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ ക്യാബേജൊക്കെ വേകാനൊക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇട്ടപ്പോൾ നിറച്ചുണ്ടായിന് ചട്ടി, ഇപ്പം ചുങ്ങി വന്നിക്കണില്ലേ. അപ്പോൾ അങ്ങനെയാണ് എന്തൊരു സാധനം ഇടുമ്പോൾ നല്ലോണം നിറച്ചുണ്ടാവും, പിന്നീട് വാടിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ ക്യാബേജ് അങ്ങനെ തുറന്നും അടച്ചും ഒക്കെ ഏതായാലും നമ്മൾ ക്യാബേജൊക്കെ ഞാൻ വേവിച്ചെടുത്തുക്കണം. പിന്നെ നമ്മൾ പപ്പടം പൊരിച്ചത് കഴിഞ്ഞിട്ട് മീനുട്ടിക്ക് ആ പപ്പടം പൊരിച്ച ഓയിലിൽ ആണ് ഞാൻ മീൻ പൊരിച്ചിന് കേട്ടോ. നമുക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഞാൻ പണ്ട് പപ്പടം പൊരിച്ചിരുന്നില്ല, അപ്പോൾ അത് ഞാനതിൽ കാട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ആ ചട്ടി തന്നെ ആ ഓയിലിൽ തന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തേക്കണ്. അപ്പം ഇനി മീനൊക്കെ അവിടെ കടന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പം ഇനി മീനിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഈ ചട്ടി നല്ലൊരു ചട്ടി, ഇതിനുള്ളിലത്തെ നോൺ സ്റ്റിക്കൊന്നും പോകാത്തൊരു തരം ചട്ടിയാണ് കേട്ടത്.
ഇതിലിപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനത്തെ ചട്ടകത്തിൻ്റെ ഇതൊക്കെ ഇട്ട് ഇതാക്കിയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ചട്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇത് കുറേ അയക്കണം കേട്ടോ വാങ്ങിയിട്ട്. ഇത് 3-4 കൊല്ലമൊക്കെ അയക്കും വാങ്ങിയിട്ട് ചട്ടി. അപ്പോൾ ഇതാക്കണേ ഞാൻ മീനൊക്കെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വേണ്ടല്ലേ, എല്ലാ മീനും ഇതേപോലെ മറിച്ചിട്ട് നമുക്ക് വേവിച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ മീനൊക്കെ മറിച്ചിട്ടു, 2 ഭാഗവും വെന്തു, മീനൊക്കെ സെറ്റായി വന്നിക്കണ്. ഇനി നമുക്ക് മൂടി വെച്ചേക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചോറ് വെച്ചാണ് ആക്കണേ. മീൻ ചാറ്, മീൻ പൊരിച്ചത്, നല്ല ക്യാബേജ് ഉപ്പേരി, പിന്നെ ആക്കണം കേട്ടോ മീനുട്ടിക്ക് പൊരിച്ചത് തന്നെ. പക്ഷേ തണുത്തു കേട്ടോ, നമ്മളെ തണുത്ത പപ്പടും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യും, 4 മണിയാകുമ്പം ഒരു ചായ കുടിച്ചണമല്ലോ. ചായ കുടിച്ചാൽ ഞാനല്ല 4 മണിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടാൻ ഞാൻ മക്കളെ വല്ലാത്തൊരു കോട്ടാ വീടില്ല, വല്ലാത്തൊരു പൊറുതിയടാ. അപ്പം ഞാൻ എന്താട്ടി നല്ലൊരു പാൽ ചായ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ സാനൂട്ടൻ പറയുന്നത് ഓന് ആ ക്ലാസ്സിൽ മതിയായിരുന്നു. അപ്പം ഞാനുണ്ടല്ലോ നല്ല ചൂടുള്ള ചായച്ച് പാർന്ന് വെച്ചിട്ടോ ക്ലാസ്സിൽ. മക്കൾക്കൊക്കെ പിന്നെ ചൂടാറ്റിയതാണ്, ചൂടാറ്റി കാണാൻ കൊടുക്കണം. ഇച്ചാണെങ്കിൽ ചായ അടിച്ചുമ്പോൾ നല്ല ചൂടുമാണ് കേട്ടോ. അങ്ങനെ മക്കൾക്കും ചായ എടുത്തു. പിന്നെ അത് എന്തോ ഒരു മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിർത്തണം. അസ്സലാമു അലൈക്കും.